പ്രായശ്ചിത്തത്തിന്റെയും മാനസാന്തരത്തിന്റെയും ദിനങ്ങളാണ് യോം കിപ്പൂർ. യഹൂദമതത്തിലെ വിശുദ്ധമായ നാളുകളിലൊന്ന്. 1973 ഒക്ടോബർ 6. യോം കിപ്പൂറിനുള്ള ഒരുക്കത്തിലായിരുന്നു ഇസ്രായേലികൾ. അന്ന് എല്ലാവരെയും ഞെട്ടിച്ച് അപ്രതീക്ഷിതമായി സിനായിലൂടെ സൂയസ് കനാൽ കടന്ന് ഈജിപ്ഷ്യൻ സൈന്യവും ഗോലാൻ കുന്നുകളിലൂടെ സിറിയൻ സൈന്യവും ഇസ്രായേൽ അധിനിവിഷ്ട പ്രദേശങ്ങളിലേക്ക് ഇരച്ചെത്തുന്നു. 1967 6 ദിന യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത തങ്ങളുടെ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുകയായിരുന്നു ഈജിപ്ത് സിറിയൻ സംയുക്ത ഓപ്പറേഷന്റെ ലക്ഷ്യം. ഏതാനും മണിക്കൂറുകൾ നേരത്തെ ആശങ്കകൾക്കും പരിഭ്രമങ്ങൾക്കും പിന്നാലെ ഇസ്രായേൽ സൈന്യം ഇരുഭാഗത്തേക്കും ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. 20 ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ വെടിനിർത്തുമ്പോൾ സിറിയയിലെ കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കുകയാണുണ്ടായത്. തങ്ങളുടെ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന ഈജിപ്തിന്റെ ലക്ഷ്യവും പൂർത്തിയാക്കാനായില്ല. സൈനികമായി ഇസ്രായേൽ വിജയിച്ച യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സൈക്കോളജിക്കൽ വാർ എന്നൊരർത്ഥത്തിൽ ഇസ്രായേൽ അരനൂറ്റാണ്ടുകാലം നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരുന്നു അത്. 2600 ഇസ്രായേലികളും അതിൽ 100 കണക്കിന് സൈനികരും കൊല്ലപ്പെട്ടു. എന്നാൽ ആ അക്കങ്ങൾക്കും അപ്പുറമായിരുന്നു യുദ്ധം ഇസ്രായേലിനേൽപ്പിച്ച മാനസികാഘാതം. കൃത്യം അരനൂറ്റാണ്ടിനിപ്പുറം മറ്റൊരു യോം കിപ്പൂർ ദിനത്തിന്റെ പുലർച്ചയിലാണ് മറ്റൊരു ദുരന്തം ഇസ്രായേൽ ഏറ്റുവാങ്ങുന്നത്. 2023 ഒക്ടോബർ 7 പേക്കിനാവിൽ നിന്നെന്ന പോലെ ഇസ്രായേലി ജനത ഞെട്ടിയുണരുന്നത് വെടിയൊച്ചകളും ആർത്തനാദങ്ങളും കേട്ടായിരുന്നു. ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഗസയിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി തുരുതുരാ വർഷിക്കുന്നു. അതിർത്തിയിലെ അതീവ സുരക്ഷാ വേലി കടന്ന് ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ്സ് ദക്ഷിണ ഇസ്രായേലിലെ ബീർ, കെഫാർ, ആസ, നിർഓസ്, നറ്റീവ്, ഹസാര, അലൂമി ഗ്രാമങ്ങളിലേക്ക് ഇരച്ചുകയറുന്നു. സൈനിക താവളങ്ങൾ ആക്രമിക്കുകയും വീടുകൾ റെയ്ഡ് നടത്തുകയും ചെയ്തു. ഗസയോട് ചേർന്നുള്ള റീമിൽ പൊടിപൊടിച്ച സൂപ്പർനോവ സംഗീതോത്സവത്തിലും വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 400 സൈനികർ ഉൾപ്പെടെ 1200 പേരാണ് അന്ന് ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സൈനികരും സിവിലിയന്മാരും ഉൾപ്പെടെ 250 പേരെ ബന്ദികളാക്കി ഗസയിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അരനൂറ്റാണ്ടുകാലം ഇസ്രായേലികളെ വേട്ടയാടിയ ഏറ്റവും വലിയ പേക്കിനാവായിരുന്നു 1973 യോം കിപ്പൂർ യുദ്ധം. എന്നാൽ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷൻ അതിലും വലിയൊരു ഭീകര ദിനമായി ഇസ്രായേൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബർ 7 ആക്രമണവും അതിന് പിന്നാലെയുണ്ടായ 2 വർഷം നീണ്ട ഗസ ഓപ്പറേഷനും എങ്ങനെ ഇസ്രായേലിനെ മാനസികമായി തകർത്ത് കളഞ്ഞെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1948 ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഒക്ടോബർ 7 ഇസ്രായേൽ നേരിട്ടത്. ഒരു മുന്നൊരുക്കവും ഉണ്ടായിരുന്നില്ല. ഇന്റലിജൻസ് പിഴച്ചു. സൈന്യമാകെ വിഭ്രാന്തിയിലായിരുന്നു. സൈന്യം പ്രതികരിച്ചതാണെങ്കിലോ വളരെ മോശം രീതിയിലും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന ഞെട്ടലിലായിരുന്നു രാജ്യം ഒന്നടങ്കം. 1973 യോം കിപ്പൂർ യുദ്ധനാളുകളിൽ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയറിന്റെ പ്രസ് സെക്രട്ടറിയായിരുന്ന മെറോൺ മെദസീനിയുടെ വാക്കുകളാണിത്. ലോകത്ത് ഏറ്റവും ശക്തമെന്ന് കരുതപ്പെട്ടിരുന്ന ഇസ്രായേൽ ഇന്റലിജൻസിന്റെ വമ്പൻ പരാജയം, സൈന്യത്തിന്റെ അതിലേറെ വലിയ വീഴ്ച, ഇത് രണ്ടും ഇസ്രായേൽ എന്ന രാജ്യത്തെയും അവിടുത്തെ ജനതയെയും എടുത്തിട്ടത് വലിയൊരു പാതാളത്തിലേക്കായിരുന്നു. മാനസിക വ്യഥയിലാണ്ടും മനോവീര്യം നഷ്ടപ്പെട്ടും കഴിയുന്ന ജനത, തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയമായും നയതന്ത്രപരമായും സൈനികമായും ചെന്നുപെട്ടിരിക്കുന്ന വലിയൊരു സന്നിഗ്ധാവസ്ഥ. ഇതിനെല്ലാം പുറമെ ആഗോളതലത്തിലും തങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് ബെന്യാമിൻ നെതന്യാഹുവിനും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. തങ്ങളുടെ വിശ്വസ്തരെന്ന് അവർ കരുതിയിരുന്ന രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ കൈവിട്ടിരിക്കുകയാണ്. ഫലസ്തീൻ രാഷ്ട്രമെന്ന ഇസ്രായേൽ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി കരുതുന്ന ആശയത്തിന് ലോകമെങ്ങും വമ്പിച്ച സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിന്റെ സഹതാപത്തിലും സഹാനുഭൂതിയിലും ലോകമെങ്ങും അവർക്കുണ്ടായിരുന്ന സ്വീകാര്യതയും അംഗീകാരവും നഷ്ടപ്പെട്ടിരിക്കുന്നു. യൂറോപ്പിലടക്കം എന്തിന് തങ്ങളുടെ സ്വന്തമെന്ന ഇസ്രായേൽ കരുതുന്ന ഇറ്റലിയിലും സൈപ്രസിലുമെല്ലാം കാറ്റ് മാറി വീശുകയാണ്. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും പൊതുനിരത്തിലും ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും ഇസ്രായേലികൾ വലിയ പരിഹാസവും പ്രതിഷേധവുമാണ് നേരിടുന്നത്. വെറുക്കപ്പെട്ടവരായി ലോകം തങ്ങളെ കാണുന്നുവെന്ന തിരിച്ചറിവിലേക്ക് അവരും എത്തിയിട്ടുണ്ട്. ഇസ്രായേൽ സൈനികരുടെ കാര്യമാണെങ്കിൽ അതിലും ഭീകരമാണ് കാര്യങ്ങൾ. സൈനിക ഓപ്പറേഷനുകളിൽ നിന്ന് ഇടവേളയെടുത്ത് യൂറോപ്പിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ കറങ്ങാൻ പോകുന്ന ശീലമുണ്ട് ഇസ്രായേൽ സൈനികർക്കിടയിൽ. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായി അത്തരം വിദേശയാത്രകൾ ദുരന്തങ്ങളായി മാറുന്ന സ്ഥിതിയാണ്.
ബ്രസീലിൽ നിന്ന്, നെതർലാൻഡ്സിൽ നിന്ന്, ബെൽജിയത്തിൽ നിന്ന്, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈനികർക്ക് ട്രിപ്പ് നിർത്തി ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ വന്നു. ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള സന്നദ്ധ മനുഷ്യാവകാശ സംഘങ്ങൾ അവരെ വിടാതെ പിന്തുടരുന്നു. സൈനികർ പോയിടത്തെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കുന്നു. ഇസ്രായേൽ നേതാക്കളുടെ കാര്യവും വ്യത്യസ്തമല്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നതിനാൽ നെതന്യാഹുവിന് സ്വസ്ഥമായി ലോകം കറങ്ങാനാകാത്ത സ്ഥിതിയാണ്. ഏറ്റവും ഒടുവിൽ UN പ്രസംഗത്തിനായി US പോയതുപോലും യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും വ്യോമാതിർത്തിയിൽ നിന്ന് മാറി എത്രയോ ദൂരം മാറി സഞ്ചരിച്ചാണ്. നെതർലാൻഡ്സ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇറ്റാമർ ബെൻ ഗിവിർ, ബെസലേൽ സ്മോട്രിച്ച് തുടങ്ങിയ ഇസ്രായേൽ മന്ത്രിമാർക്ക് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിന് സമ്മാനിച്ചതാണിതെല്ലാം. പുറത്ത് കാണുന്നതൊന്നുമല്ല ഇപ്പോൾ ഇസ്രായേൽ. നെതന്യാഹുവിന്റെ കൊലവിളിയും വീരസ്യം പറച്ചിലുമല്ല പുതിയ ഇസ്രായേൽ. സർവ്വതലങ്ങളിലും തകർന്നും തളർന്നുമിരിക്കുന്നൊരു രാജ്യവും ജനതയുമാണിപ്പോഴത്. ഇസ്രായേൽ ജനത ഇതുപോലെ മാനസികമായി തകർന്നൊരു ചരിത്രസന്ധിയില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അരക്ഷിതത്വവും ഒറ്റപ്പെടലും ഭയപ്പാടും അവരെ ചൂഴ്ന്നു നിൽക്കുന്നു. ഇസ്രായേൽ രൂപീകൃതമായ ശേഷമുള്ള ഏറ്റവും വലിയ മാനസികാരോഗ്യ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് ഇസ്രായേൽ ആരോഗ്യമന്ത്രി യൂറിയൽ ബുസോ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മനോരോഗ സംബന്ധമായ മരുന്നുകളുടെ ഡിമാൻഡിൽ 30% വർധനയാണ് ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് ജെറുസലേം സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഇർവിൻ ജെ മാൻസോഫ് പറയുന്നു. അതിലേറെ കൗതുകകരമായ കാര്യം, യുദ്ധവുമായി ബന്ധപ്പെട്ട അത്യാഹിതങ്ങളിൽ 35% മാനസികാരോഗ്യ പ്രശ്നങ്ങളിലായിരുന്നുവത്രേ. ഒക്ടോബർ 7 സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയും ഞെട്ടലും മാത്രമല്ല, ആക്രമണത്തിൽ പ്രിയപ്പെട്ടവരെയും പരിചയവൃന്ദത്തിലുള്ളവരെയും നഷ്ടമായവർ, ഇനിയും മോചിതരാകാനാവാതെ ഗസയിൽ ബന്ദികളായി കഴിയുന്നവരുടെ കുടുംബങ്ങൾ, മാസങ്ങളായി യുദ്ധമുഖത്ത് തുടരുന്ന സൈനികരും അവരുടെ ബന്ധുക്കളും, സ്വസ്ഥമായി ജോലി ഉപേക്ഷിച്ച് യുദ്ധത്തിനിറങ്ങാൻ നിർബന്ധിതരായ റിസർവ് സൈനികർ, ഇതെല്ലാം ഇസ്രായേലിനെ അലട്ടുന്ന വലിയ മാനസിക പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നു. ഇതിനെല്ലാം മീതെ അന്ത്യമില്ലാത്ത യുദ്ധവും ആഗോളതലത്തിലുള്ള ഒറ്റപ്പെടലും, ഏത് നിമിഷവും കൺമുന്നിൽ വന്നു പതിക്കുന്ന റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളുമെല്ലാം അവരെ വലിയൊരു ഭീതി മുനമ്പിൽ നിർത്തിയിരിക്കുകയാണെന്നും ഡോക്ടർ ഇർവിൻ നിരീക്ഷിക്കുന്നു. സൈന്യത്തിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ കുറച്ചു കാലമായി നിരന്തരം ഇസ്രായേൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഓരോ മാസവും ജീവനൊടുക്കുന്ന സൈനികരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കീർണവും അപകടകരവുമായ മേഖലയിൽ ജീവൻ ബലി കൊടുത്ത് യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ്. വമ്പൻ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഗസയിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണവും ഉയരുകയാണ്. ഗസ ഓപ്പറേഷന്റെ ഭാഗമാകാൻ വിസമ്മതിക്കുന്ന സൈനികരെ ജയിലിലടച്ചാണ് നെതന്യാഹു പ്രതികാരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 10,000-കണക്കിന് റിസർവ് സൈനികരെ വിളിച്ചിട്ടും പകുതിയോളം പേർ യുദ്ധത്തിനെത്തുന്നില്ല. ഗസയിൽ തങ്ങൾ കൊന്ന കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ ഉറക്കം കെടുത്തുന്നുവെന്ന് സൈനികർ തുറന്ന് സമ്മതിച്ചത് ഇസ്രായേൽ മാധ്യമങ്ങളോട് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ സൈനികരുടെ മാനസിക പ്രശ്നങ്ങൾ വിലയിരുത്താനായി നടന്ന പാർലമെന്റ് കമ്മിറ്റി ഹിയറിംഗ് നാടകീയ രംഗങ്ങൾക്കായിരുന്നു സാക്ഷിയായത്. മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് തങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകെട്ടുകൾ പാർലമെന്റ് സമിതിക്ക് മുന്നിൽ വാരിയെറിഞ്ഞായിരുന്നു സൈനികരും റിട്ടയർഡ് സൈനികരും അന്ന് പ്രതിഷേധിച്ചത്. യുദ്ധം സൃഷ്ടിച്ച മാനസികാരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ പലതവണ ഇസ്രായേൽ ഭരണകൂടം മനോരോഗ വിദഗ്ധരെയും മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും വലിയ തോതിൽ ക്ഷണിച്ചിരുന്നു. നിലവിലെ സ്ഥിതി നേരിടാൻ കയ്യിലുള്ള മാനവ വിഭവശേഷിയും ആരോഗ്യ സംവിധാനവും മതിയാകുന്നില്ലെന്ന തിരിച്ചറിവിലായിരുന്നു ഇത്. റിസർവ് സൈനികരുടെയും അവരുടെ ബന്ധുക്കളുടെയും കൗൺസിലിംഗിനായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ പ്രത്യേക ഫണ്ടും പദ്ധതികളും ആരംഭിച്ചിരുന്നു. മൊത്തത്തിൽ ഇതൊരു തോറ്റ യുദ്ധമാണെന്നാണ് മുതിർന്ന ഇസ്രായേലി മാധ്യമ പ്രവർത്തകൻ അരി ഷാമിദ് വിലയിരുത്തിയത്. ഹോളോകോസ്റ്റിനെ പ്രതി അന്താരാഷ്ട്ര സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറ്റബോധം കാരണം സെമിറ്റിക് വിരുദ്ധതയ്ക്ക് തലപൊക്കാൻ കഴിയാതിരുന്ന 8 ദശകം നീണ്ട ആ ജൂത സുവർണയുഗവും അവസാനിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1948 ശേഷം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധമുഖത്താണിപ്പോൾ ഇസ്രായേൽ. ഹോളോകോസ്റ്റിന് ശേഷം ഇത്രനാളും അഭിമുഖീകരിക്കാത്ത വിദ്വേഷ വിസ്ഫോടനത്തിൽ നടുങ്ങിയിരിപ്പാണ് വിദേശ രാജ്യങ്ങളിലെ ജൂത സമൂഹങ്ങളെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഷാവിദ് അടിവരയിട്ട് പറഞ്ഞത് തന്നെയാണ് ഒക്ടോബർ 7 ബാക്കിയാക്കുന്നതും.